Hello friends, welcome to Amish Not. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കുവൈറ്റി സ്റ്റൈലിലുള്ള ഒരു മജ്ബൂസാണ്. ഇതിന് വേണ്ടത് ഫസ്റ്റ് ചിക്കനാണ്. ചിക്കൻ തൊലിയോട് കൂടിയിട്ടുള്ള ചിക്കൻ തന്നെ വേണം. ഇതിപ്പോൾ 4 കട്ട് ചെയ്തതാണ്. ഇതിന് വേണ്ട സ്പൈസസ് ഫസ്റ്റ് ബേ ലീവ്സ്, പിന്നെ ഇത് ഡ്രൈഡ് ലെമണ്, പിന്നെ സിന്നാമണ്, പിന്നെ അതേപോലെ ഒരു 3-4 കാടമോമ്, പിന്നെ ക്ലോവ്സ്. പിന്നെ വേണ്ടത് ഒരു 4 ഗാർലിക് ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ ഒരു ജിഞ്ചറിൻ്റെ പീസ് എടുത്തിട്ട് ഒരു വലിയൊരു പീസ് എടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ 2 ഗ്രീൻ ചില്ലി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ടൊമാറ്റോ, പിന്നെ ഒരു വലിയ ഉള്ളി 3 കട്ട് ചെയ്തത്. പിന്നെ അതേപോലെ ചിക്കൻ സ്റ്റോക്ക് ഒരു 1. പിന്നെ വേണ്ടത് ബസ്മതി റൈസാണ്, നല്ല നീളം കൂടിയത്. ഞാനിപ്പോൾ ഇവിടെ 2 ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ കുക്ക് ചെയ്യാൻ പോവാണ്. അപ്പോൾ നല്ലൊരു അടി കട്ടിയുള്ള ഒരു പോട്ട് നല്ലോണം ചൂടാക്കി എടുക്കുക. എന്നിട്ട് അതിലോട്ട് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഓയിൽ ചൂടായി വന്നാൽ സിനാമണും പിന്നെ കാടമോമും ഗ്ലോവ്സും ഇട്ടൊന്ന് ഒരു 30 സെക്കൻഡ് ഒന്ന് ചൂടാക്കി എടുക്കുക. ഇനി നമ്മൾ കട്ട് ചെയ്ത ഓണിയന് ഇട്ട് കൊടുക്കുക. പിന്നെ അതേപോലെ ഗാർലിക്കും ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒന്ന് 30 സെക്കൻഡ് ഒന്ന് ചൂടാക്കി എടുക്കുക. എന്നിട്ട് അതിനുശേഷം ചിക്കന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ വെള്ളത്തിൻ്റെ അളവെന്ന് വെച്ചാൽ നമ്മൾ അരി എടുക്കുന്നതിൻ്റെ ഇപ്പോൾ 2 ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 4 ഗ്ലാസ് വെള്ളമെങ്കിലും ഒഴിച്ചു കൊടുക്കുക. വെള്ളം നല്ലോണം തിളച്ച് വന്നാൽ നമ്മൾ അതിലോട്ട് ബേ ലീവ്സ് ഇട്ട് കൊടുക്കുക. പിന്നെ അതേപോലെ ഡ്രൈഡ് ലെമണിന് ഒരു ഹോളാക്കിയിട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ അതേപോലെ ഒരു ടൊമാറ്റോ ഒരു ഫുൾ ഹാഫായിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. ഇനി അതിലോട്ട് മാഗി സ്റ്റോക്ക് ഇട്ട് കൊടുക്കുക. മാഗി സ്റ്റോക്ക് ഇടുമ്പോൾ അതിൽ ഓൾറെഡി ഒരു ഉപ്പുള്ളതുകൊണ്ട് ഉപ്പില്ലാത്തതുകൊണ്ട് ഉപ്പുള്ളത് ഇട്ട് കൊടുക്കുക. ഉപ്പുള്ളത് ഇട്ട് കൊടുക്കുമ്പോൾ നമ്മൾ ഉപ്പ് നല്ലോണം ശ്രദ്ധിക്കണം. ഉപ്പില്ലാത്തതാണെങ്കിൽ നമ്മൾ ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് ഇട്ട് കൊടുക്കുക. പിന്നെ അതേപോലെ ഏറ്റവും ലാസ്റ്റ് ഒരു 1/2 സ്പൂണ് ഗരം മസാലയും കൂടി അതിലോട്ട് മിക്സ് ചെയ്യുക. ഇനി നമ്മൾ അതൊന്ന് അടച്ച് വെച്ച് ഒരു 45 മിനിറ്റ് വേവിച്ചെടുത്താൽ ചിക്കൻ്റെ സ്റ്റോക്ക് മുഴുവനായും ആ വെള്ളത്തിലോട്ട് വന്നിട്ടുണ്ടാവും. ഈ ചിക്കൻ സ്റ്റോക്ക് റെഡി ആവുന്ന സമയം കൊണ്ട് നമുക്ക് അരി ഒരു 30 മിനിറ്റ് സോക്ക് ചെയ്ത് വെക്കുക. ഇപ്പോൾ ഞാൻ ചിക്കൻ സ്റ്റോക്കും ചിക്കനും സെപ്പറേറ്റ് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി റൈസ് കുക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു വലിയ പോട്ടിൽ ഓയിൽ ഒഴിച്ച് ഒന്ന് ചൂടാക്കി എടുത്തതിന് ശേഷം നമ്മുടെ റൈസ് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. പൊട്ടാണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം ഫ്രൈ ചെയ്യുമ്പോൾ. ഇപ്പോൾ റൈസ് നല്ലോണം ഫ്രൈ ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള സ്റ്റോക്ക് അതിലോട്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അരി ഒന്ന് വേവുന്നത് വരെ ഒന്ന് അടച്ചു വെച്ച് വേവിക്കുക. ഇനി അരി ഒന്ന് കുക്കായി വരുന്ന സമയം കൊണ്ട് നമുക്ക് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് ആവശ്യമുള്ളത് ഒരു വലിയ പീസ് ബട്ടർ എടുത്തിട്ട് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കുക. അതിനുശേഷം അതിലോട്ട് ഒരു 2 സ്പൂണ് റെഡ് ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുക. പിന്നെ അതേപോലെ 1 സ്പൂണ് സോൾട്ട് ഇട്ട് കൊടുക്കുക. അങ്ങോട്ട് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ചിക്കനിലൊക്കെ ഒന്ന് നന്നായി തേച്ച് പിടിപ്പിക്കുക. എന്നിട്ടൊരു 10 മിനിറ്റ് വെക്കുക. ഈ ചിക്കൻ ഒന്ന് ഗ്രില്ല് ചെയ്തെടുക്കുക. ഓൾറെഡി അത് കുക്ക് ചെയ്തതാണ്. അപ്പോൾ അതിൻ്റെ മുകളിലുള്ള മസാല ഒന്ന് ഫ്രൈ ചെയ്യുന്ന വരെ ഒന്ന് ഗ്രില്ല് ചെയ്തെടുക്കുക.
നാട്ടിൽ ഇപ്പോൾ മജ്ബൂസിൻ്റെ കൂടെ കഴിക്കുന്ന ഒരു കറിയാണിത്. ഇതിന് ദക്കൂസ് എന്നാണ് പറയുക. പിന്നെ അതിനാവശ്യമുള്ള സാധനം നല്ല പഴുത്ത 2 ടൊമാറ്റോ എടുക്കുക, പിന്നെ അതേപോലെ ഒരു 3 ഗാർലിക്ക്, പിന്നെ ഒരു ടൊമാറ്റോ പേസ്റ്റ്, പിന്നെ ഒരു സ്പൂണ് വിനിഗർ, പിന്നെ ഒരു 2 സ്പൂണ് കാശ്മീർ ചില്ലി പൗഡർ. പാൻ ചൂടായി വന്നിട്ടുണ്ട്. ഇനി അതിലോട്ട് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് പിന്നെ അത് തക്കാളി ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുക, പിന്നെ അതേപോലെ ഗാർലിക്ക്, പിന്നെ ബാക്കിയുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും അതിലോട്ട് ഇട്ട് കൊടുക്കുക. അങ്ങോട്ട് ഒന്ന് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ഗ്രേവി ആവണ വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. റൈസ് നല്ലോണം കുക്കായി വന്നിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിൽ ഒരു സാഫ്രോൺ പൗഡർ ഒന്ന് വെള്ളത്തിലൊന്ന് മിക്സ് ചെയ്തിട്ട് അതിൻ്റെ മുകളിലൊന്ന് ജസ്റ്റ് ഒന്ന് ഗാർണിഷ് ചെയ്ത് കൊടുക്കുക.